ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ യൂണിറ്റാണ്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന യൂണിറ്റിലെ ക്ലാസ് എക്സ്പ്ലനേഷനും ആക്ടിവിറ്റീസുമാണ്. അതിൻ്റെ ഭാഗം 4ആണ്. ഓക്കെ. ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ചെടികളിൽ എങ്ങനെയാണ് ഫുഡ് നിർമ്മാണം നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. ഈ പിക്ചർ നോക്കിയാട്ടെ. എന്തൊക്കെയാണ് ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത്? സൺലൈറ്റ് വേണം അല്ലേ? സൺലൈറ്റ് ഉണ്ട്, പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ വാട്ടറും കാണുന്നുണ്ട്, പിന്നെ ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്താലോ? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർത്തിട്ടാണ്. ഇത് കൂടാണ്ട് എന്തും കൂടി വേണമെന്ന് പറയുന്നത് സൺലൈറ്റ്. ഓക്കെ. പിന്നെ സോ ദിസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ ആക്ടിവിറ്റിക്ക് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. മലയാളത്തിൽ പറയും പ്രകാശ സംശ്ലേഷണം. ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ചെടികൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? ക്ലോറോഫിൽ ഈസ് എ പിഗ്മെൻറ്റ്. ഹരിതകമുള്ള ചെടികളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഇലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ. ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഓക്സിജൻ എന്താണ്? പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ചെടികൾ. ഓക്കെ. സോഴ്സ് ഓഫ് എനർജി എന്താ പറയുന്നത്? യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് ഈസ് നെസസറി ഫോർ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് അല്ലേ? ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ സൺലൈറ്റ് നിർബന്ധമാണ്. ചെടിയുടെ ഏത് ഭാഗമാണ് സൺലൈറ്റ് ആഗിരണം ചെയ്യുന്നത്? ചെടിയുടെ ഇലയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. The leaves of plants are arranged in such a way that they receive maximum sunlight. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇലകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്? മാക്സിമം സൺലൈറ്റ് റിസീവ് ചെയ്യേണ്ട വിധത്തിലാണ് ഇതിൻ്റെയൊക്കെ ഇലകൾ ഉള്ളത്. അതെങ്ങനെയാണെന്ന് ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹിബിസ്കസ്, തുളസി എന്നിവയുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഹിബിസ്കസിൻ്റെ ഇല സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. തണ്ടിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ്? രണ്ടും ഒരേ സൈഡിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഇലകൾ? തുളസി അങ്ങനെയാണോ? അല്ല, തുളസി എന്താണ്? നേരെ തന്നെയാണ് ഇലകൾ വരുന്നത് അല്ലേ? പിന്നെ ഏതാണെന്ന് നോക്കേണ്ടത്? ബ്ലാക്ക് ബോർഡ് ട്രീയിലും അതാണ് ഞാൻ ഈലം പാല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇലകൾ എങ്ങനെയാണ്? ഒരു നട്ടിൽ നിന്നും കുറേ വരുന്നു അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് കൊടുത്തത് സിമിലർ ടു ഹിബിസ്കസ്, ചെമ്പരത്തിക്ക് സമാനമായ അതേപോലെയുള്ള ഇലകൾ വരുന്നത് ഏതൊക്കെയാണെന്നാണ്. മാംഗോ ട്രീ ഇവിടെയുണ്ട്. വേറെ 3 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ സൺഫ്ലവർ, കോക്കനട്ട് ട്രീ, മസ്റ്റാർഡ്, ഇതൊക്കെ ഈ രീതിയിലാണ് ഇലകളുടെ സ്ഥാനം. ഓക്കെ. ഇനി അടുത്തത് ഏതാണ്? സിമിലർ ടു തുളസിക്ക് സമാനമായ അതേപോലുള്ള ഇലകൾ വരുന്നത് ഏതൊക്കെയാണ്? ഇക്സോറ എന്ന് പറഞ്ഞാൽ തെച്ചിയാണ്. ബാക്കി നമ്മൾ കൂട്ടിച്ചേർക്കണം. ഏതൊക്കെയാണ്? മിൻറ്റ്, റോസ്, ഗ്വാവ. മിൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിന, റോസ് അറിയാം, പിന്നെ ഗ്വാവ എന്ന് പറഞ്ഞാൽ പേരക്ക. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? സിമിലർ ടു എഴിലം പാലയ്ക്ക് സമാനമായ ഇലകളുള്ളതാണ് നമ്മൾ ഇനി എഴുതേണ്ടത്. ഏതൊക്കെയാണ്? പൈനാപ്പിൾ, സൈപ്രസ്, അസ്പരാഗസ്. അരളി അവിടെ ഉണ്ട്. ഓക്കെ. ബിഹൈൻഡ് ദ ലീഫി ഗ്രീൻ. ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ ജനറൽ. ലീവ്സ് എല്ലാം പൊതുവെ എന്ത് കളറിലായിരിക്കും ഉണ്ടാവുക? ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക. ബട്ട് യു മസ്റ്റ് ഓൾസോ ഹാവ് നോട്ടീസ്ഡ് മൾട്ടി കളേർഡ് ലീവ്സ്. പക്ഷേ നിങ്ങൾക്കറിയാം, പല നിറത്തിലുള്ള ലീവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. കളക്ട് ഡിഫറെൻറ്റ് കളേർഡ് ലീവ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് പല നിറങ്ങളിലുള്ള ഇലകൾ കളക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ആൻഡ് റബ്ബ് ദ കളക്റ്റഡ് ലീവ്സ് ഓൺ എ ബ്ലോട്ടിംഗ് പേപ്പർ. അതിനുശേഷം ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ച് നോക്കിയാൽ ഏത് കളറാണ് വരുന്നതെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പേര് കൊടുത്തിട്ട് നെയിം ഓഫ് പ്ലാന്റിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ ആ ലീഫിൻ്റെ കളറ് കൊടുക്കുക, പിന്നെ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരക്കുമ്പോൾ ഏത് നിറമാണ് കാണിക്കുന്നത് എന്നും കൂടി കൊടുക്കുക. ഫസ്റ്റ് പറയുന്നത് സ്പിനാച്ച്, ചീരയാണ്. ചീര റെഡ് കളറിലാണ് ഉണ്ടാവുക, പക്ഷേ അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരക്കുമ്പോൾ ഗ്രീൻ കളറാവുന്നു. പിന്നെ പേർപ്പിൾ ക്യാബേജ്, പേർപ്പിൾ കളറാണ്, ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരക്കുമ്പോൾ ഗ്രീൻ തന്നെ. ഗോൾഡൻ പോത്തോസ് യെല്ലോ കളറാണ്, അത് ബ്ലോട്ടിംഗ് പേപ്പറിൽ ആക്കുമ്പോൾ ഏത് കളറാണ്? ഗ്രീൻ കളറ്. പേർപ്പിൾ കാല് ഏത് കളറാണ്? പേർപ്പിളാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരക്കുമ്പോൾ ഗ്രീൻ കളറായി മാറുന്നു. ഓക്കെ.
ഇത്രയുമാണ് പാർട്ട് 4 ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്